ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 265. തുടർന്ന് തിമോത്തിയോട് പിന്നെയും പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ടുള്ള ദുരുപദേഷ്ടാക്കന്മാരുടെ അട്ടിമറി പ്രവർത്തനങ്ങൾ ശക്തമായി നടക്കുന്നുണ്ടെങ്കിലും സഭയുടെ അടിസ്ഥാനമിട്ടത് ദൈവമാകയാൽ അത് നിലനിൽക്കുമെന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ പണിയപ്പെട്ടിരിക്കുന്നതാണ് യഥാർത്ഥ സഭ. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനമെന്ന് സഭയെ അഭിസംബോധന ചെയ്തിരിക്കയാൽ അതിൻ്റെ അചഞ്ചലതയെ പൗലോസ് ഉറപ്പിച്ച് തിമോത്തിയോട് പറയുകയാണ്. ദൈവത്തിൻ്റെ ഈ അടിസ്ഥാനത്തിന്മേൽ ഒരു മുദ്രയുണ്ട്. ആ മുദ്ര അധികാരത്തെയും സംരക്ഷണത്തെയും കാണിക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നതാണ് ഈ ഒന്നാമത്തെ മുദ്ര. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നതാണ് രണ്ടാമത്തെ മുദ്ര. ഈ രണ്ട് മുദ്രയും ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: ദൈവസഭ ദൈവത്തിനുള്ളവരാലും നീതി പ്രവർത്തിക്കുന്നവരാലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. തുടർന്ന് 4 നിർദ്ദേശങ്ങൾ കൂടി പൗലോസ് തിമോത്തിയുടെ മുമ്പാകെ വയ്ക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പ്രധാനമായും തിമോത്തിയോസിനെ ഉദ്ദേശിച്ചാണെങ്കിലും അവ എല്ലാ ദൈവദാസന്മാർക്കും ബാധകമാണ്. അതിലാദ്യത്തേത് യൗവനമോഹങ്ങളെ വിട്ടോടണം എന്നുള്ളതാണ്. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത് എന്ന് പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിച്ചു. ജഡമോഹം, അധികാരമോഹം, ധനമോഹം എന്നിവയെല്ലാം ഈ യൗവനമോഹങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും പിന്തുടരണം എന്നുള്ളതാണ്. ആത്മാർത്ഥമായി കർത്താവിനെ സേവിക്കുന്ന എല്ലാവരോടും സമാധാനമുള്ളവരായിരിക്കണം. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടാതെ ഇരിക്കേണ്ടതും ആവശ്യമാണ്. വാക്കു പെരുകിയാൽ വഴക്ക് ഉണ്ടായിരിക്കയില്ലല്ലോ. മൂന്നാമതായി, ദൈവത്തിൻ്റെ ദാസൻ ശണ്ടയിടാത്തവനും ശാന്തനും ഉപദേശിക്കാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നതിനുമായിരിക്കണം എന്നുള്ളതാണ്. ഒടുവിൽ അവൻ പ്രതിയോഗികളെ സൗമ്യതയോടെ പഠിപ്പിക്കാൻ പ്രാപ്തനായിരിക്കണം. പിശാചിൻ്റെ കെണിയിൽ അവർ കുടുങ്ങിപ്പോയാലും അവരെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ ദൈവദാസൻ സകല ഉത്സാഹവും കഴിക്കേണ്ടതും ആവശ്യമാണ്. മടങ്ങി വരുന്നവരെ സഭയിലേക്ക് സ്വീകരിക്കുവാൻ താല്പര്യം കാണിക്കേണ്ടതുമാണെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് 2 തിമോത്തി 3 അധ്യായത്തിൽ പറയപ്പെട്ട ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ അക്കാര്യത്തിലേക്ക് നാം വരുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അന്ത്യകാലം എന്ന് ഇവിടെ പറയുന്നത് ഈ കൃപായുഗത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇവിടെ 19 തരം ആളുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പുറജാതികളിൽ കാണുന്ന സ്വഭാവ വിശേഷങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകരിലും കണ്ടുവരുന്നു. ഇത് വളരെ ശോചനീയമായ ഒരു കാര്യം തന്നെയാണ്. 19 തരക്കാരടങ്ങിയ ഈ ലിസ്റ്റ് സ്വയസ്നേഹത്തിൽ ആരംഭിച്ച് ദൈവസ്നേഹമില്ലായ്മയിൽ അവസാനിക്കുന്നു. ഇവരുടെ ഒരു പൊതു സ്വഭാവം അപ്പോസ്തലൻ ഒടുവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും അതിൻ്റെ ശക്തി അവരിൽ ഒട്ടും കാണുവാനില്ല. മതത്തിൻ്റെ ബാക്കി രൂപം അവർ പിന്തുടരുന്നുവെങ്കിലും വിശ്വാസത്തിൻ്റെ യാതൊരു സ്വാധീനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെ ഉള്ളവരുമായി യാതൊരു ബന്ധവും പാടില്ലെന്ന് പൗലോസ് ശക്തമായി തിമോത്തിയെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കൂട്ടര് വിശ്വാസത്യാഗികൾ എന്നെടുത്തു പറയുന്നു. അതെ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരെ വിശ്വാസത്യാഗികൾ എന്ന് പറയാം. ക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗം എന്നീ തിരുവചന സത്യങ്ങളെ മനഃപൂർവ്വമായി തിരസ്കരിക്കുന്നവരാണ് വിശ്വാസത്യാഗികൾ. വിശ്വാസികളുടെ പിന്മാറ്റവും വിശ്വാസത്യാഗവും 2 കാര്യങ്ങളാണ്. വചനനിശ്ചയമില്ലായ്മയാൽ ചിലർക്ക് തെറ്റ് സംഭവിച്ചു എന്ന് വരാം. പക്ഷേ വിശ്വാസത്യാഗികൾ അവർ അറിഞ്ഞ സത്യത്തെ മനഃപൂർവ്വം നിരസിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും അവർ ഭക്തിയുടെ വേഷം മുറുകെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കഠിനമായ ന്യായവിധിക്കായുള്ള പ്രതീക്ഷ മാത്രമേ അവർക്കായി അവശേഷിക്കുന്നുള്ളൂ. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.